എൻ്റെ പേര് സോഫി സുനിൽ. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവ് നല്ലൊരു മദ്യപാനിയായിരുന്നു. കൊണ്ടാവാത്ത സ്ഥലങ്ങളില്ല. ഒരുപാട് ധ്യാന കേന്ദ്രത്തിലും ധ്യാനത്തിനും മദ്യം കുടി നിർത്താനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ പോയിരുന്നു. അവിടെയൊന്നും പോയിട്ട് ഒരു രക്ഷയുമില്ലായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 10-ാം ദിവസം എൻ്റെ ഭർത്താവ് എവിടെ നിന്നാണെന്നറിയില്ല, ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഭർത്താവ് പോയി വന്ന് ഫ്രണ്ടിലെ കസേരയിൽ വന്നിരുന്നു. പ്രാർത്ഥനയ്ക്കൊന്നും കൂടുന്ന സ്വഭാവമില്ല. കൊന്ത ചെല്ലി പ്രാർത്ഥിക്കണതിന് ഭയങ്കര എതിരായിരുന്നു. ഭയങ്കര പ്രശ്നങ്ങളും വഴക്കും എല്ലാം ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്നാലും ഞങ്ങൾ ഒളിച്ചും പാത്തുമൊക്കെ നിന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. അന്ന് ഉടമ്പടി പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭർത്താവ് എവിടെ പോയിട്ട് വന്ന് ഫ്രണ്ടിൽ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഭർത്താവ് വേർത്ത് കുളിച്ച് ആകമാനം വേർത്തിരിക്കുന്ന ഒരവസ്ഥ കണ്ടു. അപ്പോൾ ഷുഗറോ പ്രഷറോ എന്തെങ്കിലും കുറഞ്ഞു പോയതായിരിക്കുമെന്ന് വിചാരിച്ച് മക്കളോട് ഞാൻ പറഞ്ഞു, വേഗം ചെന്ന് ഇച്ചിരി ഉപ്പോ പഞ്ചസാരയും കലക്കി കൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ മക്കൾ പോയി വേഗം തന്നെ ഉപ്പും പഞ്ചസാരയും കലക്കി കൊണ്ടുവന്നു. ഞാൻ വായോടടുപ്പിച്ചപ്പോൾ വായി തുറക്കുന്നില്ല. അപ്പോൾ ഞാൻ വായി ഇങ്ങനെ പൊളിച്ച് വെച്ചിട്ട് ഉപ്പ് കലക്കിയത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വായിൽ നിന്ന് വിഷത്തിൻ്റെ മണം വന്നു. ഞങ്ങൾ അലമുറയിട്ട് കരഞ്ഞു. നാട്ടുകാരോടി വന്ന് ഭർത്താവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സീരിയസ് ആണ്, ഇവിടെ എടുക്കത്തില്ല, വേറെ ICU സൗകര്യമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ടുചെന്നു. അവിടെ ധർമ്മഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് അവിടെ കിടക്കട്ടെ, അതിയായ ന്യൂമോണിയ ഉണ്ട്, അതുകൊണ്ട് സംഗതി ഇത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് അവിടെ ICUലാക്കി വയറൊക്കെ ക്ലീൻ ചെയ്തു. അതിനുശേഷം വീണ്ടും മരുന്ന് ചെയ്തിട്ടൊന്നും ഒരു പ്രയോജനമില്ല, മരുന്നൊന്നും എടുക്കുന്നില്ല, ബോഡി പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും എൻ്റെ മക്കൾക്കും പെട്ടെന്ന് തന്നെ എനിക്ക് ബോധക്കേടുണ്ടായി. ഞാൻ അവിടെ മറിഞ്ഞു വീണു. അവിടെ നിന്ന് എന്നെ വേഗം തന്നെ കാഷ്വാലിറ്റി കിടത്തി, ഇഞ്ചക്ഷനൊക്കെ തന്നു, മരുന്നൊക്കെ തന്ന് അവിടെ കിടത്തി. അതിനുശേഷം നേരം വെളുത്തപ്പോൾ മെയിൻ ഡോക്ടർ വന്നു, പരിശോധിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സഹോദരന്മാരെ വിളിച്ചു. ഒരു രക്ഷയുമില്ല, മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല, ആകെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്, ഇവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോയിട്ടും ഒരു രക്ഷയുമില്ല, എവിടെ ചെന്നാലും ഒരു രക്ഷയും കിട്ടുകയില്ല, മരണം തന്നെ സംഭവിക്കും, അതുകൊണ്ട് എങ്ങോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും നിലവിളിച്ചു. മാതാവിൻ്റെ പേപ്പറും കൊന്തയും എല്ലാം കൊണ്ടുവന്ന് ഞാനും പിള്ളേരും കൂടി ആ ഹോസ്പിറ്റലിൽ മുട്ടുകുത്തി നിന്നങ്ങ് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ സിസ്റ്റേഴ്സ് എല്ലാം പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് വിധിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങളിങ്ങനെ കരയാതിരിക്കുക, അമ്മ മക്കളെ ആശ്വസിപ്പിക്കേണ്ടത്, അമ്മ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ മക്കളുടെ അവസ്ഥ എന്താവും എന്ന് പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അവിടെ നിന്ന് സഹോദരന്മാർ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നും പറഞ്ഞ് ഞങ്ങളുടെ നിലവിളിയും ഇതും കണ്ട് അവർ വേഗം തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണമോ എന്ന് എന്നോടും മക്കളോടും ചോദിച്ചു. ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും കൊണ്ടുപോയി രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ കോലഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഡിസ്ചാർജ് സമ്മറി തന്നപ്പോൾ എൻ്റെ മൂത്ത മകൾ ഇവിടെ ഇല്ല, ജോലി ചെയ്യുന്നു നേഴ്സായിട്ട്. രണ്ടാമത്തെ മകളെ കൊണ്ട് മരണ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് മേടിച്ചു. അതിനുശേഷം അവിടെ നിന്ന് ICU സൗകര്യമുള്ള ആംബുലൻസ് ഇല്ലായിരുന്നു. ആംബുലൻസ് കിട്ടാൻ വേണ്ടി നെല്ലിമറ്റത്ത് നിന്ന് ഒരു ആംബുലൻസ് വന്നു. ആംബുലൻസിൽ കയറ്റി കോലഞ്ചേരിയിൽ കൊണ്ടുവന്നു. കോലഞ്ചേരിയിലെ ഡോക്ടറും കൈയൊഴിഞ്ഞു. എന്നാലും എൻ്റെ സഹോദരന്മാരുടെ എല്ലാവരുടെയും അപേക്ഷ പ്രകാരം അവിടെ ഡോക്ടർ കിടത്തി ചികിത്സിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അവിടെയും എല്ലാ ഒരു രീതിയിലും എടുക്കത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഒരു രക്ഷയുമില്ല, സ്ഥിതി ഒന്നും കൂടെ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. 3-ാം ദിവസം ഡോക്ടർ രാവിലെയും വൈകിട്ടും
ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ലിവറിന് ബാധിച്ചിട്ടുണ്ട്, 7000 ഫംഗ്ഷൻ വേണ്ടയിടത്ത് 500 ഫംഗ്ഷനുള്ളൂ, അതുകൊണ്ട് എല്ലാം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. പക്ഷേ 3-ാം ദിവസം ഞങ്ങൾ കൃപാസന മാതാവിനോട് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. മാതാവേ, എൻ്റെ ചേട്ടനെ എനിക്ക് തിരികെ തരുവാണെങ്കിൽ ഞാൻ 10 വർഷത്തേക്ക് എൻ്റെ ചേട്ടനെ കൃപാസനത്തിൽ വന്നുകൊള്ളാമെന്നും ഞാൻ സാക്ഷി വേല ചെയ്തു കൊള്ളാമെന്നും ഞാൻ ആ ആശുപത്രിയുടെ വരാന്തയിൽ മുട്ടുകുത്തി ഞാനും എൻ്റെ മക്കളും കൂടി പ്രാർത്ഥിച്ചു. 4-ാം ദിവസം ചേട്ടന് പയ്യെ ബോധം വീണു. 5-ാം ദിവസം ഇച്ചിരിയോടെ ഭേദമായി. ഡോക്ടർമാർ പറഞ്ഞു, ഇത് അത്ഭുതം തന്നെ, ഇത് എന്തോ മഹാ അത്ഭുതം സംഭവിച്ചു, ഇത് ദൈവം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥന കൈവിടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ഒരിക്കലും ഇനി ഒരു താഴ്ന്ന സ്റ്റേജിലേക്ക് പോവുകയില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി. 12-ാമത്തെ ദിവസം വാർഡിലേക്ക് മാറ്റി. 14-ാമത്തെ ദിവസം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോരാനും സാധിച്ചു. അമ്മ തന്ന, അമ്മയും തിരുക്കുമാരനും തന്ന ഈ കോടാനുകോടി അനുഗ്രഹങ്ങൾക്ക് വീണ്ടും നന്ദികൾ പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ നിർത്തുന്നു.